എൻ്റെ പേര് അജേഷ്. സ്ഥാപനം SR ഇൻഡസ്ട്രിയിൽ ഉള്ളോങ്ങാട് പാണ്ടിക്കാട് പഞ്ചായത്തിലാണ്. 20 വർഷമായി. അച്ഛൻ്റെ കൂടെ തന്നെ ഇറങ്ങിയതാണ്. 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് അച്ഛൻ്റെ കൂടെ തന്നെ. ഗേറ്റ്, ഗ്രില്ല്, റൂഫ്, ബോർഡ് വർക്ക്, അതായത് കേജ് കൂടിയ പൈപ്പിട്ട് ചെയ്യാം, നല്ല പൈപ്പിട്ട് ചെയ്യാം, ക്വാളിറ്റി കൂട്ടുക. അല്ല, അത് ഇപ്പൊ മൊത്തം കരാറ് പറയലാണ്. ആദ്യമൊക്കെ തൂക്കത്തിന് റേറ്റ്, ഇപ്പൊ തൂക്കൊന്നുമില്ല. ഏകദേശം ഒരു എമൗണ്ട് പറഞ്ഞ് നല്ല ക്വാളിറ്റി ഇട്ടും ചെയ്യാം, ലോ ക്വാളിറ്റി ഇട്ടും ചെയ്യാം. നമ്മള് താമസിക്കാനുള്ളതാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഓടാണ് പോണത്. അതല്ല, ഓപ്പൺ ടെറസ് ഒക്കെ ഷീറ്റ് ഇടാനാണെങ്കിൽ ഷീറ്റാണ് നല്ലത്. അത് കസ്റ്റമർക്ക് അനുസരിച്ചിരിക്കും. ബഡ്ജറ്റ് ഓടിനാ കൂടുക. നല്ല ക്വാളിറ്റിയിൽ പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് ഇത്ര ഇങ്ങനെ മാറ്റം ഉണ്ടാവും. ലോ ക്വാളിറ്റി ചെയ്താല് വീട് നിൽക്കാൻ ഏറ്റവും നല്ലത് നല്ല സാധനം ഇട്ട് ചെയ്യാം. പറഞ്ഞു കൊടുക്കണം. സ്ക്വയർ ഫീറ്റ് മെറ്റീരിയൽസ് എടുക്കും, പിന്നെ ലേബർ ചാർജും ചെയ്യും. അപ്പൊ കസ്റ്റമറെ കൊണ്ട് ചെയ്യിക്കുകയാണെങ്കിൽ ഓൾക്ക് ഇഷ്ടമുള്ള സാധനം എടുക്കാം, നമുക്ക് ലേബർ ചാർജ് കിട്ടും. ഞങ്ങൾ 4 ആളുണ്ട്. എല്ലാവരും വർക്ക് അറിയുന്നവരാണ്, ഹെൽപ്പർമാരാരുമില്ല. ഇപ്പൊ കുറെ ഇൻഡസ്ട്രിയൽ ഫീൽഡിൽ കുറെ ആൾക്കാരുണ്ട്. അതായത് ഒരു മാസമൊക്കെ പണിക്ക് പോയിട്ട് സ്വന്തമായിട്ട് തുടങ്ങണവര്. ഇപ്പൊ മെഷീനറി ഒക്കെ അത്രയും ചെറുതാവുകൊണ്ട് എല്ലാവർക്കും കൊണ്ടിറക്കാൻ ഇതിനൊക്കെ സുഖമാണ്. അതിപ്പോ ഈ മൊബൈൽ വർക്കേഴ്സ്, സ്ഥാപനം ഇല്ലാതെ വർക്ക് ചെയ്യുന്നവര്. അന്നത്തെ കാലഘട്ടം ആക്സോ ബ്ലേഡിട്ട് ആദ്യം പൈപ്പുകളൊക്കെ മുറിച്ചിരുന്നത്. ഇപ്പൊ ഒക്കെ കട്ടിംഗ് മെഷീനായി. ഇപ്പൊ കറണ്ട് ഇല്ലെങ്കിൽ വർക്കില്ല. പണ്ട് കറണ്ട് ഇല്ലെങ്കിലും പണികൾ ഉണ്ടായിരുന്നു. പിന്നെ അന്നത്തെ കാരണം അന്നിപ്പോ ഒരു സൈറ്റ് പോയി അളന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് സാധനങ്ങൾ നമ്മൾ ഇവിടുന്ന് ഉണ്ടാക്കി കൊണ്ടുപോകലായിരുന്നു സ്ഥാപനത്തിൽ നിന്ന്. ഇപ്പൊ അതല്ല, നേരെ സൈറ്റിക്ക് സാധനം ഇറക്കാം, എല്ലാതും അവിടുന്ന് തന്നെ ചെയ്യാം. പിന്നെ ഇപ്പൊ സ്ക്വയർ പൈപ്പ് ഇറങ്ങുകൊണ്ട് എല്ലാ മോഡലും കസ്റ്റമർ കാട്ടി തന്നെ എല്ലാ മോഡലും നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയും. അന്ന് പറഞ്ഞാൽ നമുക്ക് പറയുന്ന റേറ്റ് കിട്ടിയത്. ഇപ്പൊ നമ്മള് റേറ്റ് പറഞ്ഞാൽ അതിലും താത്തി ചെയ്യാൻ ആൾക്കാരുണ്ട്. വർക്ക് കൂടുതൽ തന്നെയാണ്. ചെറിയ ആൾക്കാർ ഇപ്പൊ ആ കംപ്ലീറ്റ് ഇൻഡസ്ട്രിയൽ ഫീൽഡല്ലേ. എല്ലാ ജനൽ വരെ, മരം, വാതിൽക്കട്ടില വരെ ഇപ്പൊ ഇരുമ്പാണ് ചെയ്യുന്നത്. അസോസിയേഷൻ ഉണ്ട്. അസോസിയേഷന്റെ വർക്കിന് എല്ലാത്തിനും എല്ലാ പരിപാടിക്കും പോകലുണ്ട്. പിന്നെ ഇപ്പൊ എല്ലാവരും പണ്ടത്തെ മാരല്ല, എല്ലാ ഇൻഡസ്ട്രിയിലും തമ്മിൽ മുണ്ടും എല്ലാവരും നല്ല ബന്ധമുണ്ട്. ഇപ്പൊ ഒരാൾക്ക് വർക്കില്ലെങ്കിലും മറ്റാൾക്ക് വർക്ക് കൊടുക്കും. അങ്ങനെയൊക്കെ ഈ ഫീൽഡിലൂടെ നല്ല മെച്ചങ്ങളാണ്. ഇപ്പൊ എല്ലാ ഇതിക്കും എല്ലാവരും ബന്ധങ്ങളും കാര്യങ്ങളും ഉണ്ട്. മേലാറ്റൂർ ബ്ലോക്കിലെ പാണ്ടിക്കാട് മേഖലന്റെ പ്രസിഡന്റാണ് ഞാൻ. ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയെടുക്കുക. ഇപ്പൊ ഷീറ്റ് വർക്കും ഓട് വർക്കും കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓട് വർക്കിനാണ്. സ്റ്റെയർ കേസ് ഇരുമ്പിൽ ചെയ്യലുണ്ട്, സ്റ്റീലില് ചെയ്യലുണ്ട്. പിന്നെ ഗേറ്റ് ഞാനൊക്കെ ചെയ്യലുണ്ട് ഓർഡറിനനുസരിച്ച്. അമ്മണ്ട്, ഭാര്യ, 2 മക്കള്. പുതിയതായിട്ട് ഈ മേഖലയ്ക്ക് ആള് വരുന്നില്ല എന്നാണ് കാഴ്ചപ്പാട്. കാരണം കഴിയണ ഒരാളെ കയ്യിൽ നിന്ന് വർക്കുകൾ കംപ്ലീറ്റ് പഠിച്ചെടുക്കുക. പണ്ടത്തെ മാതിരില്ല. ഇപ്പൊ പണി പഠിക്കാൻ പോണ ആൾക്കാർക്ക് തന്നെ പൈസ ഉണ്ട്. പണ്ട് പറഞ്ഞാൽ ഞങ്ങളൊക്കെ പഠിച്ച 20 ഉറുപ്പിക്കാണ് ഒരു ദിവസം കിട്ടിയിരുന്നത്. ഇപ്പൊ അതല്ല, വരുന്നവർക്ക് തന്നെ 1000-500 കിട്ടേണ്ട അവസ്ഥയാണ്. ഇപ്പൊ കൂലി കൂടുതലും പണി കമ്മിയാണ്. ഞാൻ വർക്കിന് ഇറങ്ങുന്ന ടൈമിൽ 20 ഉറുപ്പ്യാണ് ഒരു ദിവസത്തേക്ക് കിട്ടിയിരുന്നത്. ഫാദറിന്റെ കൂടെ നിന്നിട്ടാണ് ഇതൊക്കെ ഞാൻ പഠിച്ചിട്ടുള്ളത്. വേറെ ഒരു ഫീൽഡിലേക്ക് ഞാൻ പോയിട്ടില്ല. അത് നമ്മൾ ഇനി എന്ത് മെയിൻ്റെനൻസ് വന്നാലും നമ്മൾ പോയി ചെയ്തു കൊടുക്കേണ്ട കടമ നമ്മളതാണ്. നമ്മൾ ചെയ്തും കൊടുക്കലുണ്ട്. കാരണം മനുഷ്യന്മാരാണ്, തെറ്റ് പറ്റൂല എന്ന് പറയുന്നില്ല, എല്ലാം ക്ലിയർ ആയി എന്ന് ഞാൻ പറയുന്നില്ല. നമ്മൾക്കൊന്നും ചെയ്യാൻ പറ്റുന്ന പരമാവധി നമ്മൾ ചെയ്ത് ക്ലിയർ ആക്കി കൊടുക്കും. SR ഇൻഡസ്ട്രിയിൽ ഉള്ളോങ്ങാട് പാണ്ടിക്കാട് പഞ്ചായത്തിൽ.